നന്നായിട്ട് ആ തകഴി സാറിന്റെ ശബ്ദം അനുകരിക്കണം. ഈ മലയാളത്തിൻ്റെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ ആ നാടുമായിട്ടൊരു ബന്ധം നമുക്ക് ആവശ്യമാണ്. കാരണം എൻ്റെ ചെമ്മീൻ എന്ന നോവലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ള ശക്തി വളരെ കുറവായതുകൊണ്ട് കാത്തേ. ആ സത്യം പറഞ്ഞാല് തകഴി സാറിന്റെ ശബ്ദം അനുകരിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, തകഴി സാറിന്റെ ശബ്ദം എങ്ങനെ ഇരിക്കണേ. പെട്ടെന്ന് ബാക്കിയുള്ളവരൊക്കെ നമ്മളിങ്ങനെ അനുകരിച്ച് കേട്ടു അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് കോൺവെർസേഷൻ കേട്ട് നമുക്ക് നല്ല ഓർമ്മയായിരിക്കും. പക്ഷെ ഇതെങ്ങനെയായിരിക്കും ഈ ശബ്ദം, ഞാൻ ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റായിട്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അതേ ശബ്ദം, ആ പ്രായാധിക്യം അതിങ്ങനെ നന്നായിട്ട് എഫക്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് ശബ്ദം നന്നായിട്ടുണ്ടായിരുന്നു, ഗംഭീരമായിട്ട്. ജാനകിയമ്മയുടെ ശബ്ദം, ആ ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പാട്ട് പാടുമോ? നന്നായി പാടും. ഓക്കെ അലി ചേട്ടാ, അപ്പൊ ഒരു പാട്ടും കൂടെ. മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഇന്നത്തെ കോമഡി മസാലയിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു പ്രജീഷ് കോട്ടിക്കൽ. പ്രജീഷേ പറയൂ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ഇവിടെ വരാൻ പറ്റിയത് തന്നെ ദൈവത്തോട് നന്ദി പറയാണ്. ഇത്രയും വലിയ കലാകാരന്മാരുടെ വേദിയിൽ നിൽക്കാൻ സാധിച്ചത് തന്നെ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പോൾ പ്രജീഷിന്റെ പെർഫോമൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ച് പ്രജീഷിനോട് നന്ദി പറയും. ഓക്കെ, പെർഫോമൻസ് കണ്ടിട്ടായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് കരുതിയിരിക്കുന്നത്? ഞാൻ കുറച്ച് നടന്മാരുടെ ശബ്ദം. ആദ്യം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്ക സംഭാവന ചെയ്ത മലയാളത്തിന്റെ യൂത്ത് ഐക്കൺ ദുൽഖർ സൽമാന്റെ കമ്മട്ടിപ്പാടം. അങ്ങനെ ഞാനിപ്പോ മമ്മൂക്കയുടെ ശബ്ദം എന്ന് വിചാരിച്ചു. മമ്മൂക്ക സംഭാവന ചെയ്ത, മമ്മൂക്ക ആരെയാ സംഭാവന ചെയ്തേ? ദുൽഖർ സൽമാൻ. ഓക്കെ, നമുക്ക് ദുൽഖർ നമ്മുടെ യുവാക്കളുടെ ഹരമായ DQന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിന്റെ കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ ക്ലൈമാക്സ്. അതേടാ, ഞങ്ങൾ തെരുവട്ടികൾ കൊടമാളില്ല, പക്ഷെ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റ കേട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നതേ കമ്മട്ടിപ്പാടത്തിന്റെ ചതിപ്പിലാ. അത് കെട്ടിപ്പൊക്കിയിരിക്കുന്ന സിമെന്റും കല്ലി കൊണ്ടൊന്നുമല്ല, കറുത്ത കട്ട പിടിച്ച ചോര ഉണ്ടാ, ഞങ്ങളുടെയൊക്കെ ചോര. അതുപോലെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ചിത്രമായ ABCD എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. പട്ടണി അത് പഠിപ്പിക്കരുത് സാർ. ബെഡ് കോഫി അത് ഞങ്ങൾ കുടിക്കാറില്ല. ₹3 പുല്ലിപ്പടി ലില്ലി ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ₹8. റേബിക്കോസ് ചാടി നടന്നാൽ 30 മിനിറ്റ് കൊണ്ട് കോളേജിലെത്താം. ബിസ്ക്കറ്റ് നിൽക്കേണ്ട, തിക്കേണ്ട, തിരക്കേണ്ട, ടിക്കറ്റ് എടുക്കണ്ട. നടപ്പ് നല്ലതാണ്, ഹെൽത്ത് ഈസ് വെൽത്ത്. അടുത്തത് നമ്മുടെ ഡാഡി ഗിരിജ എന്ന കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബീന ആന്റണി ചേച്ചിയുടെ ഭർത്താവ് മനോജ് ചേട്ടനാണ്. ആ ശബ്ദം ഒന്ന് ചെയ്യാൻ ശ്രമിക്കും. ബലരാമൻ, മുരുകന്റെ ശക്തി സാക്ഷാൽ കൃഷ്ണ ഭഗവാന് ബലരാമനെ പോലെ അല്ലേ? പക്ഷേ ആയുസ് കുറവായി പോയല്ലോ ബലരാമ. നിന്നെ ഞാനെങ്കിൽ എടുക്കാം. ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അവനുള്ള ക്ഷണക്കത്താ നീ ദൂതൻ ദൈവനും. അടിപൊളിയായിരുന്നു. അത് നമ്മുടെ ഇന്ദ്രജിത്തിന്റെ ഒരു ഡയലോഗ് ചെയ്യാൻ ശ്രമിക്കും. അദ്ദേഹത്തിന്റെ ചാന്തുപൂട്ട് എന്ന സിനിമയിലെ കൊമ്പൻ കുമാരൻ. തനിക്കെന്നെ മനസ്സിലായ? എങ്ങനെ മനസ്സിലാവാനാണ്? തൻ്റെ പരാക്രമത്തിൽ ചത്തൊരു തന്തയുടെ മോനെ ഞാൻ. അച്ഛൻ മരിച്ചപ്പോൾ ഞങ്ങൾ പട്ടിണിയായിരുന്നു. പട്ടിണിയെന്ന് പറഞ്ഞാൽ പട്ടിണി. പട്ടിണി മൂത്തപ്പോൾ അമ്മയൊരു വരുത്തൻ്റെ പുറത്തേക്ക് പോയി. എന്നിട്ടും കുമാരനെ തുറവിട്ട് പോയില്ല. വള്ളത്തെന്ന് മീമാരിയും തമ്മിത്തലിയും കുമാരനങ്ങ് വളർന്ന്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് പ്രസന്റേഷൻ ആയിരുന്നു ആ ഒരു സിനിമയ്ക്ക്. അപ്പൊ അത് ഓപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വെറൈറ്റി ഫീൽ ചെയ്തു. നമ്മുടെ ഷമ്മി തിലകൻ ചേട്ടൻ്റെ ശബ്ദം. അദ്ദേഹം നെപ്പോളിയൻ ശബ്ദം കൊടുത്ത ദേവാസുരം എന്ന ചിത്രത്തിലെ. നീലകണ്ഠ, ഒരു കാറ് കത്തിയാൽ എനിക്ക് പുല്ല. പകരം നിന്റെ തറവാട് കത്തിക്കാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയെന്നാ.
ആദ്യം ഇവൻ്റെ അമ്മാവൻ, പിന്നെ നീലകണ്ഠൻ. ഇനി ഏഴിരങ്കരയിൽ ആർക്കെങ്കിലും പാവരിക്കുന്നുണ്ടേ അത് ഈ ശേഖരനായിരിക്കണം. ചില ആർട്ടിസ്റ്റുകൾ, ചില ഡബിങ് ആർട്ടിസ്റ്റുകൾ ചില കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കഥാപാത്രത്തിന്റെ ശബ്ദം അല്ലാതെ നമുക്ക് ഒരിക്കലും തോന്നുകയില്ല. അത്രയ്ക്ക് ബ്ലെൻഡ് ചെയ്യുന്ന ശബ്ദങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ നമുക്കെല്ലാം പ്രിയപ്പെട്ട മജീഷ്യൻ മുതുകാട്. ആ. അദ്ദേഹം ഒരുപാട് ഇൻസ്പിറേഷൻ ടോക്കൊക്കെ ചെയ്യാറുണ്ട്. തീർച്ചയായും. അപ്പോൾ അതിൻ്റെ ഇപ്പൊ അടുത്തിടെ ഞാനൊരു കണ്ടൊരു ക്ലിപ്പിന്റെ കുറച്ച് രംഗം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫൈൻ. അതിലപ്പുറം അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന മഹാനായ ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ സ്വപ്നം ഓരോ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നുള്ളതായിരുന്നു. Super. ഒരു രാജ്യം, അത് കഴിഞ്ഞാൽ അടുത്ത രാജ്യം, അങ്ങനെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നേറി അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹത്തെ കാണണമെങ്കിൽ കൊട്ടാരത്തിലേക്ക് 24 മണിക്കൂർ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് വരണമായിരുന്നു. അമ്മ കുറിപ്പ് കൊടുത്തയക്കുമായിരുന്നു, എൻ്റെ മകനെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുള്ളത്. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം വളരെ ജനപ്രിയനായിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ നമ്മൾ മാജിക്കിൽ അദ്ദേഹത്തിനെ അറിഞ്ഞിരുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഇപ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടം ഒരു മോട്ടിവേഷൻ സ്പീക്കർ, അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ പറഞ്ഞു തരുന്ന ആ പ്രസന്റേഷൻ രീതിയൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾ സ്റ്റേജിലാണ് ഞാൻ കേൾക്കുന്ന ആദ്യമായിട്ടാണ്. നന്നായി ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കരുണാകരൻ സാറിന്റെ മകള് പത്മജ വേണുഗോപാൽ, ശബ്ദം ഞാൻ ശ്രമിക്കും. ഓക്കെ. ഒരു തികഞ്ഞ രാഷ്ട്രീയ നേതാവിൻ്റെ മകളെന്ന നിലയിൽ സുധീർന്ന നടപടികളെ ഞാൻ വളരെയധികം ശരിവെക്കുന്ന ഒരാളാണ്. അച്ഛനൊരു ഗാന്ധിയനായ കൊണ്ട് ചെറുപ്പം തൊട്ടേ ഇതൊക്കെ നോക്കിക്കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഓരോ പ്രശ്നമൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സാജു ചേട്ടന്റെ ശബ്ദം, സാജു നവോദയ, പാഷാണ ഷാജി. ഓക്കെ, സൂപ്പർ. നോക്കാം. ഈ 90 വയസ്സാണ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവരെ കൂടെ കൊണ്ടുപോകാം. അന്ന് പുള്ളി വീടാനായിട്ട് ടൂർ പോകണം. രായപ്പാ സൂമറിന്റെ മുകളിലെ അപ്പട് പ്രാന്താണ് മെന്റല് നല്ലതൊരു പോയപ്പോഴേ പടൽ കൊണ്ടൊരു കാട്ടായം ഇതൊക്കെ പറയുമ്പോഴേ എനിക്കൊരു സുഖം, ഒരു മനസ്സുഖം. കൊള്ളാല്ലേ? ഓക്കെ. അപ്പൊ പ്രജീഷ ചെയ്തതെല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ ഒന്നും അയ്യോ അത്ര എത്തിയില്ല എന്ന് പറയുന്ന ഒന്നുമില്ലായിരുന്നു. എല്ലാം സൂപ്പർ. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ഡയലോഗ്, അത് വാത്സല്യം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു ഡയലോഗാണ്. അത് ഉമ്മൻചാണ്ടി സാർ പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഒന്ന് മോർഫ് ചെയ്ത് വെച്ചു. ഇപ്പൊ ഓർത്തത് പെട്ടെന്ന് മറക്കുന്നതിന് മുമ്പ് പറഞ്ഞു. അത് മേലേടത്ത് ചാണ്ടി നായർ നെറികേട് കാണിക്കുക. ഈ പാർട്ടിയും പാർട്ടിക്കാരും രാജിവെച്ച് പുറത്തു പോകേണ്ട അവസ്ഥ വന്നപ്പോൾ ഒരു പെട്ടി നിറയെ പൈസയുമായിട്ട് ഒരാൾ വന്നു. എൻ്റെ സ്വന്തം മാണിമാമ. അന്ന് മാണിമാമ ദൈവമാണെന്ന് ഇവന്മാരെല്ലാം പറഞ്ഞു. പിന്നെ മറ്റേ ആ ഹരിതയുടെ ആ കേസ് അതാ ഞാൻ പറഞ്ഞല്ലോ, അത് എന്നാ തെളിവില്ല. സലീം കുമാറിന്റെ ശബ്ദം അനുകരിക്കും എന്നൊരു ശ്രുതി കേട്ടു ഇവിടെ, ശരിയാണോ? അദ്ദേഹത്തിന്റെ കട്ടപ്പന കൃതികൃഷ്ണൻ എന്ന ചിത്രത്തിൽ കട്ടപ്പന ചന്ത പിടിയാൻ നേരത്ത് 10 രൂപയ്ക്ക് വയറ് പൊട്ടിയ ചാളയെ മേടിച്ച് പോകുന്ന വഴിക്ക് അതിലൊരെടുത്തോടിയ പൂച്ച 5 കിലോമീറ്റർ ഓടിച്ചിട്ട് പിടിച്ച് മരത്തി അടിച്ച് വയറ്റിക്കിളി കാണിച്ച് അത് കക്കിച്ച് അതെടുത്തിട്ട് പോയി കുടമ്പിട്ട് വെച്ചാണ് നിന്റെ മരം കൊത്തിപ്പുറം മേവൻ അഥവാ എന്റെ നാരി അളിയൻ. ഏറെ കാലത്തിന് ശേഷം സലീമേട്ടന്റെ ഒരു ശക്തമായ തിരിച്ചുവരവായിരുന്നു കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറയുന്ന മൂവി. നന്നായിട്ട് ചെയ്തു പ്രജീഷ്. അപ്പോൾ പ്രജീഷ് ഇവിടെ വന്ന് എല്ലാം നല്ല പെർഫോമൻസുകൾ തന്നെ കാഴ്ചവെച്ച് നല്ല കയ്യടി മേടിച്ചാണ് ഈ വേദിയിൽ നിന്ന് പോകുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും പുതുമയുള്ള സബ്ജക്റ്റും പുതുമയുള്ള ശബ്ദങ്ങളുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ഓൾ ദി താങ്ക് യു. ബെസ്റ്റ്.